ഈ സദസ്സിലേക്ക് വരുമ്പോ മദീനയിലേക്കുള്ള പാതയിലെ ആരവങ്ങൾ മുഴങ്ങുമ്പോ അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ചേറ്റിയെട്ടിയിൽ മൗലവി പറയുന്നു അത് ഉമ്മി എന്ന് പറയും പോലെയാണെന്ന്. ഓ മൗലവി, ഇത്രയും വിശ്വാസമില്ലാതെ ആയിപ്പോയോ നിങ്ങൾ? അബൂജഹൽ സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാപ്പറാവില്ല. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യം. ആരെ കാപ്പറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാപ്പറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് പറയും അല്ലല്ലാത്തവരെ ആരാധിക്കാം. ഞാൻ മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. മഹാനവറുകളെ അസ്ലിം തസ്ലിം. ഓ ഈ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിം ആകണം, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവി കത്തയച്ചു. എന്നാൽ ഉണ്ടായ സംഭവം ഒന്ന് കേൾക്കണം. ആരും മറന്നുകൊണ്ട അസമുസ്ലിയാരെ മാത്രാണോ മുജാഹിദിന്റെ മൗലവിമാര് അതേ കാഫറാക്കിയത്? ഞാൻ വായിച്ചു കേൾപ്പിച്ചേരെ, കേട്ടോളെ. ഹാജി അംർ ഇബ്നു ഹിശാം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, പ്രസിഡന്റ് സമസ്ത ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളെ ലിസ്റ്റാണ് ഉമർ മൗലവി പ്രസിദ്ധീകരിച്ച. 2 പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ, അതാരാ? ഈ സെൽസിബിയിൽ ഇറങ്ങുമ്പോ കണ്ണിയത്ത് ഉസ്താദാ. 3 പ്രസിഡന്റ് സമസ്ത കേരള സുന്നി യുവജന സംഘം, അന്നാരാ പ്രസിഡന്റ്? പാണക്കാട് പൂക്കോയത്തങ്ങളാ. 4 ചെയർമാൻ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, അന്ന് ചെയർമാൻ കെ ഹസരത്ത. 5 പത്രാധിപര് സുന്നി ടൈംസ്, അന്ന് അമാനത്ത് കോയണ്ണി മുസ്ലിയാരാ. 6 പത്രാധിപര് അന്നസീം ശിഹാബുദ്ദീൻ മുസ്ലിയാരാണ്, ദക്ഷിണ കേരളന്റെ പ്രസിഡന്റ്. 7 പത്രാധിപര് നുസ്രത്തുൽ ഇസ്ലാം. ഇസ്ലാം എഴുതിപ്പോയത് അറിഞ്ഞൂടായിട്ട് നുസ്രത്തുൽ അനാം എന്നാണ് യഥാർത്ഥ പേര്. സദഖത്തുൽ മുസ്ലിയാരാ. 8 പത്രാധിപര് അൽ ജലാലി ഇ കെ എസ് മുസ്ലിയാർ. 9 പ്രിൻസിപ്പൽ ജാമിഅ നൂരിയ അറബി കോളേജ്, അന്ന് ഇ കെ ബക്കർ മുസ്ലിയാരാ. എന്തിനാ എഴുതിയത്? മുശ്രിക്കീങ്ങളെ നേതാവിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചതാ. ആര്? ഉമർ മൗലവി. സെൽസബിയിൽ നിഷേധിക്കാൻ കഴിയോ? സെൽഫി പോരാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അസമുസ്ലിയാരെ പേരെടുത്ത് പറഞ്ഞതാ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടുന്ന് വായിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഇവരെഴുതി. ഇവരെ ഈ ഹുസൈൻ സലഫി തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹിൽ എഴുതി. എന്താ എഴുതിയത്? ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാരെ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ഡേഷ് തങ്ങൾ പോലും, ശിഹാബുകളെ പറ്റി എഴുതിയ സാക്ഷാൽ ഡേഷ് തങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊടുത്താതെ മാറി നിന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അപ്പോ ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാരെ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേശങ്ങൾ എന്ന് പറഞ്ഞ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ പറ്റിയല്ലേ? ഇങ്ങനെ മുഴുവൻ സയ്യിദന്മാരെയും മുഴുവൻ ആലിമീങ്ങളെയും കാഫിറാക്കി ചിത്രീകരിച്ച് കാഫിറാണെന്ന് പേരെടുത്ത് വെച്ച് എഴുതിയ ഈ മൗലവി ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ ഒരു ലക്ഷണക്കേടായി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? ആലിമീങ്ങളെ മുഴുവനും സയ്യിദന്മാരെ മുഴുവനും മുശ്രിക്ക് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഹസൻ മുസ്ലിയാരെ അസ്ലിം
നിങ്ങൾ മുസ്ലിമാകണം, തസ്ലം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് വേദനിപ്പിച്ച ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ മകൻ കാഫിറായി പോയി കേട്ടോ. അദ്ദേഹത്തിന്റെ മകൻ ബഷീർ മാസ്റ്റർ കാഫിറായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരീശ്വരവാദിയും നിർമ്മതവാദിയുമായിട്ട് സന്യാസിയായി പോയി. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളെ മുഴുവനും കാഫിറാക്കി ചിത്രീകരിച്ച് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് ആലിമീങ്ങളെ മുശ്രിക്കാക്കിയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ചെറുതല്ല. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, അങ്ങനെ ഉമർ മൗലവിന്റെ മകന് അതാ നിരീശ്വരവാദിയും സന്യാസിയുമായിട്ട് സുബ്ഹാനല്ലാഹ് 1.5 മീറ്റർ നീളമുള്ള താടിയും 1.5 മീറ്റർ നീളമുള്ള മുടിയുമായിട്ട് ബഷീർ മാസ്റ്റർ എന്ന് പറയുന്ന ഉമർ മൗലവിന്റെ മകന് ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന E.K. ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെയ്ഖുന E.K. ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി E.K. ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിം ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ ആര്യാ മുസ്ലിക്കാക്കാറ്? കേട്ടോ, സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. പോക്കാരതാ നമ്മൾ കണ്ടില്ലേ? സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ, നരകത്തിന്റെ നടുവിലേക്ക്. എനിക്കോളെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരീൻ സുന്നികളെ. അസ്ലിമൂ തസ്ലമൂ. ഒരു മൗലവിന്റെ സെൽസബീല് 99 ഫെബ്രുവരി 20